ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ആൻസ് ഡ്രാമ. ലാസ്റ്റ് എപ്പിസോഡ് അവസാനിച്ചത് മെർജൻ അവളുടെ കുട്ടിക്കാലമെല്ലാം ഓർത്തിട്ട് വളരെയധികം സന്തോഷിച്ചു നിൽക്കുമ്പോൾ ആദേശ് അതേപറ്റി ഓർത്ത് വിഷമിച്ചു നിൽക്കുന്നത് കാണിച്ചുകൊണ്ടായിരുന്നു. ഇപ്പൊ ആദേശിന്റെ മനസ്സിലേക്ക് വന്നത് അന്നിവർ 3 പേരും കൂടെ ഒരുമിച്ച് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മെർജൻ തലകറങ്ങി താഴേക്ക് വീഴുന്നതാണ്. അത് കണ്ടിട്ട് ഇവർ രണ്ടുപേരും കൂടെ മെർജനെ വിളിക്കുന്നുണ്ട്. അപ്പോഴേക്കും അവിടേക്ക് എത്തിയ ഹൈദറും ആദേശിനെ മെർജന്റെ അടുത്ത് നിന്നും തള്ളി മാറ്റിയിടുകയാണ്. അപ്പോ മെർജന്റെ അമ്മയും നീ എന്താണ് എന്റെ മോളെ ചെയ്തത് എന്ന് ചോദിച്ചുകൊണ്ട് അവളെ എടുക്കുമ്പോ ഹൈദറും അയാളുടെ ബെൽറ്റ് ഊരി എടുത്തിട്ട് അത് വെച്ച് ആദേശിനെ അടിക്കുകയാണ്. ഇതെല്ലാം ഓർമ്മയിലേക്ക് വന്ന ആദേശും മെർജൻ തന്റെ ഇമോഷൻസ് ഒന്ന് കാണാതിരിക്കാൻ വേണ്ടി വേഗം തന്നെ വാഷ്റൂമിലേക്ക് കയറുകയാണ്. അവനും ഇതേപോലെ പെട്ടെന്ന് അപ്സെറ്റായി പോകുന്നത് കണ്ടിട്ട് മെർജനും വളരെ ടെൻഷനോടെ അവനോട് ചോദിക്കും, നിനക്ക് എന്താ പറ്റിയതെന്ന്. ഇപ്പോ ആദേശം അവന്റെ സങ്കടം നിയന്ത്രിക്കാനാവാതെ അവനിട്ട ഷർട്ടെല്ലാം നല്ല ദേഷ്യത്തില് വലിച്ചൂരി കളയുകയാണ്. എന്നിട്ട് അവനും പറയും, ഇതാണ് മെർജൻ, എനിക്കും നിനക്കും തമ്മിലുള്ള വ്യത്യാസം. പണ്ടത്തെ ഓർമ്മകളെല്ലാം നിനക്ക് സന്തോഷം തരുന്നതാണ്, പക്ഷെ എനിക്ക് അങ്ങനെയില്ല. അതെല്ലാം എനിക്ക് ഉണങ്ങാത്ത മുറിവുകളാണ്. ഇതിനെല്ലാം ഞാൻ നിങ്ങളോട് പ്രതികാരം ചെയ്തിരിക്കും ഹൈദർ. എന്റെ ബാല്യവും എന്റെ അനിയത്തിയും എല്ലാം നിങ്ങൾ തട്ടിയെടുത്തില്ലേ, ഞാൻ നിങ്ങളെ വെറുതെ വിടില്ല. ഈ ഒരു സമയത്ത് മെർജാനും ആദേശിന് എന്താണ് പറ്റിയതെന്നറിയാതെ അവന് വേണ്ടി പുറത്ത് കാത്തു നിൽക്കുകയായിരുന്നു. പിന്നീട് ആദേശം പുറത്തേക്ക് വരുമ്പോ മെർജാനും അവന്റെ അടുത്തേക്ക് വന്നിട്ട് ചോദിക്കും, നീ ഓക്കെയാണോ എന്ന്. അവനും ഞാൻ ഓക്കെയാണെന്ന് പറഞ്ഞിട്ട് മെർജാനോടും ചോദിക്കും, എന്തുകൊണ്ടാണ് ഏലുൽ എന്നൊരു പേര് നീ ഹോസ്പിറ്റലിന് വെച്ചത്. അപ്പൊ മെർജാൻ പറയും, നീ ആ ഫോട്ടോയിൽ ഒരു കുട്ടിയെ കണ്ടില്ലേ, അതാണ് ഏലുൽ. എന്റെ ചെറുപ്പത്തിലെ അവർ രണ്ടുപേരും എപ്പോഴും എന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അന്നേ ഞങ്ങൾ പരസ്പരം പറഞ്ഞിരുന്നു ഞങ്ങൾ ഒരിക്കലും മറക്കില്ല എന്ന്. അത് കേട്ട് ആദേശം ചോദിക്കും, ഇപ്പൊ അവരെവിടെയുണ്ടെന്ന്. അപ്പൊ മെർജാൻ പറയും, അന്ന് ഞാൻ അച്ഛനോട് ചോദിച്ചപ്പോ അച്ഛൻ പറഞ്ഞത് അവരുടെ ഗ്രാൻഡ് പാരന്റ്സ് വന്ന് അവര് നാട്ടിലേക്ക് കൊണ്ടുപോയെന്നാണ്. ഇനി ഒരിക്കലും അവരിവിടേക്ക് തിരിച്ചു വരില്ല എന്നും പറഞ്ഞു. അത് കേൾക്കുന്ന ആദേശം അവന്റെ മനസ്സിൽ പറയും, നീ പറഞ്ഞത് ശരിയാണ്, ഇനി അവൾ ഒരിക്കലും തിരിച്ചു വരില്ല. ഒരിക്കലും തിരിച്ചു വരാൻ കഴിയാത്തൊരു ലോകത്തേക്ക് നിന്റെ അച്ഛൻ അവളെ പറഞ്ഞയച്ചു. ഇപ്പൊ മെർജാനും പറയും, ഏലുൽ എന്റെ മനസ്സ് മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നുണ്ട്, പക്ഷെ അവളുടെ ബ്രദറിന്റെ പേര് അത് എത്ര ആലോചിച്ചിട്ടും എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. അത് കേട്ട ആദേശം വളരെ വിഷമത്തോടെ അവന്റെ മനസ്സിൽ പറയും, പക്ഷേ നിന്റെ അച്ഛൻ കാരണം നിന്നെ ഒരിക്കലും ഞാൻ മറന്നിട്ടില്ല മെർജാൻ. അടുത്ത ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോ ആദേശ് കാണുന്നത് ഇവരുടെ ഈ ഫോട്ടോയും കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുന്ന മെർജാനെയാണ്. അത് കണ്ട് ആദേശ് ഒരുപാട് സ്നേഹത്തോടെ അവന്റെ കൈ മെർജാന്റെ നേർക്ക് കൊണ്ടുവന്നെങ്കിലും അത് വേണ്ട എന്ന് വെച്ചിട്ട് അവിടെ നിന്ന് തിരിച്ചു പോകാൻ തുടങ്ങുമ്പോഴാണ് മെർജാനും താഹിർ എന്ന് അവനെ വിളിക്കുന്നത്. പേടിച്ചു പോയ ആദേശ് വേഗം അവളെ തിരിഞ്ഞു നോക്കുമ്പോഴാണ് അവന് കാണുന്നത് മെർജാൻ ഉറക്കത്തിലായിരുന്നു ആ ഒരു പേര് വിളിച്ചതെന്ന്. പെട്ടെന്ന് കണ്ണു തുറന്ന മെർജാനും ആദേശിനെ അവിടെ കണ്ടിട്ട് ഓടി അവന്റെ അടുത്തേക്ക് വന്നിട്ട് പറയും, ഏലുലിന്റെ ബ്രദറിന്റെ പേര് എനിക്ക് ഓർമ്മ വന്നു, അത് താഹിർ എന്നാണ്. എന്റെ സ്വപ്നത്തില് ഞാൻ അവനെ കണ്ടു എന്നും മെർജാൻ പറയുന്നത് കേട്ടിട്ട് ആദേശം അവളോട് പറയും, ഇന്നലെ രാത്രി മുഴുവൻ നമ്മൾ അവരുടെ കാര്യം പറഞ്ഞത് കൊണ്ടായിരിക്കാം അത്. എന്തായാലും അവർ ഇവിടുത്തെ ജോലിക്കാരുടെ മക്കളായിരുന്നില്ലേ, അത് അത്ര ഇമ്പോർട്ടന്റ് അല്ല എന്ന് പറഞ്ഞ് ആദേശം അവിടുന്ന് പോകാൻ തുടങ്ങുമ്പോ മെർജാൻ നല്ല ദേഷ്യത്തില് അവനെ പിടിച്ചു നിർത്തിയിട്ട് പറയും, എനിക്ക് അവർ രണ്ടുപേരും വളരെ ഇമ്പോർട്ടന്റ് ആണ്, അവരെ പറ്റി പറയുമ്പോ മര്യാദയ്ക്ക് സംസാരിക്കണം എന്ന് പറഞ്ഞ ആദേശിന് ഒരു വാണിംഗും കൊടുത്ത് മെർജാനും വാഷ്റൂമിലേക്ക് കയറി പോകും. ഇതെല്ലാം കേൾക്കുമ്പോ ആദേശിനും ഒരുപാട് സന്തോഷം തോന്നും, കാരണം മെർജാൻ ഇപ്പോഴും തങ്ങളെ സ്നേഹിക്കുന്നുണ്ടല്ലോ എന്ന് ഓർത്തിട്ട്. അങ്ങനെ ഇപ്പൊ മെർജാനും അവളുടെ അമ്മയുടെ അടുത്തേക്ക് വന്നിട്ട് ചോദിക്കും, അമ്മയ്ക്ക് അറിയാവോ ഏലുലും താഹിറും ഇപ്പൊ എവിടെയുണ്ടെന്ന്. അതാരാണെന്ന് അമ്മയും ചോദിക്കുമ്പോ മെർജാനും പറയും, എന്റെ ചെറുപ്പത്തിലെ ഇവിടെ താമസിച്ചിരുന്ന 2 കുട്ടികൾ ഉണ്ടായിരുന്നില്ലേ, അവരെ പറ്റിയാണ് ഞാൻ ചോദിച്ചത്. അത് കേൾക്കുമ്പോ തന്നെ അമ്മയ്ക്കും എന്തോ ഒരു ഇഷ്ടക്കേട് തോന്നും. എന്നിട്ട് അവരും പറയും, എനിക്കെങ്ങനെ അറിയാനാ, പോയി നിന്റെ അച്ഛനോട് ചോദിക്ക്. ഇപ്പൊ ആദേശം അവന്റെ ഓഫീസ് റൂമിലിരുന്ന് മെർജൻ രാവിലെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർത്ത് ഒരുപാട് സന്തോഷിച്ചിരിക്കുകയായിരുന്നു. ആ ഒരു ടൈമിലാണ് മെർജന്റെ ഫോണിലേക്ക് നസീറും അവളെ വിളിക്കുന്നത്. അത് കണ്ടിട്ട് ആദേശം പറയും, ഇവനെന്താ മനഃപൂർവ്വം അടി ചോദിച്ചു വാങ്ങുകയാണോ, നീ വിളിക്കുന്ന പെണ്ണിന്റെ കല്യാണം കഴിഞ്ഞതാണ് എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് അവനും നസീറിന്റെ കോള് കട്ട് ചെയ്ത് കളയും. അപ്പോഴേക്കും അവിടേക്ക് വന്ന മെർജാനും ആദേശിന്റെ കയ്യില് തന്റെ ഫോൺ ഇരിക്കുന്നത് കണ്ടിട്ട് അവനോട് ചോദിക്കും, നീ എന്റെ ഫോൺ കൊണ്ട് എന്ത് ചെയ്യുകയാണ്, ഞാൻ ഇത് എല്ലായിടത്തും അന്വേഷിച്ച് നടക്കുകയായിരുന്നു. അപ്പോ ആദേശും ഇത് നീ ഇവിടെ മറന്നു വെച്ചിട്ട് പോയതാണെന്ന് പറഞ്ഞ് അവൾക്ക് ഫോൺ കൊടുത്തിട്ട് അവനും അവിടെ നിന്ന് പോകും. അപ്പോ മെർജാനും അവന്റെ പിന്നാലെ ഓടി വന്നിട്ട് പറയും, നീ കമ്പനിയിലേക്കാണ് പോകുന്നതെങ്കിൽ ഞാനും നിന്റെ കൂടെ വരുന്നുണ്ട്. അത് കേട്ട് ആദേശും പറയും, എനിക്ക് വേറെ ചില കാര്യങ്ങൾ കൂടിയുണ്ട്, അതിനുശേഷം ഞാൻ തിരിച്ചു വരാം, എന്നിട്ട് നമുക്ക് ഒരുമിച്ച് പോകാം. അപ്പൊ മെർജാന് പറയും,
നീ ബിസി ആണെങ്കിൽ കുഴപ്പമില്ല, ഞാൻ തനിയെ പോയിക്കോളാമെന്ന്. അതിഷ്ടപ്പെടാതെ ആദേശം അവളോട് പറയും, ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ ഞാൻ വന്ന് നിന്നെ കൊണ്ടുപോകാമെന്ന്, പിന്നെ എന്തിനാ നീ തനിയെ പോകുന്നത്? ഞാൻ നിന്റെ ബോസ് മാത്രമല്ല, നിന്റെ ഹസ്ബൻഡ് കൂടെയാണ്, നീ അത് മറക്കണ്ട എന്ന് പറഞ്ഞിട്ട് ആദേശം അവിടെ നിന്ന് പോകും. അപ്പോഴാണ് മർജാനും ഹൈദറിനെ അവിടെ കാണുന്നത്. എന്നിട്ട് അവളും ചോദിക്കും, അച്ഛനറിയോ ഏലുലും താഹിറും ഇപ്പൊ എവിടെയുണ്ടെന്ന്? അത് കേട്ട് ഹൈദറും ആദ്യമൊന്ന് പതറിയെങ്കിലും അയാള് പറയും, ഞാൻ നിന്നോട് അന്നേ പറഞ്ഞതല്ലേ, അവർ ഗ്രാൻഡ് പാരന്റ്സിന്റെ കൂടെ അവരുടെ നാട്ടിലേക്ക് പോയി എന്ന്. അപ്പൊ മർജാൻ വീണ്ടും അവരെവിടെയുണ്ടെന്നറിയോ, എനിക്ക് അവരെ കാണണമെന്ന് പറയുമ്പോ ഹൈദറും അവളോട് പറയും, ആ പെൺകുട്ടി എന്തോ അസുഖം വന്ന് മരിച്ചുപോയി, അവൻ എവിടെയുണ്ടെന്ന് എനിക്കറിയില്ല. ഏലുൽ മരിച്ചു എന്നറിഞ്ഞത് മർജാൻ ഒരു ഷോക്കായിരുന്നു. അവളും അതേപറ്റി ഓർത്ത് ഒരുപാട് നേരെ കരയുകയാണ്. അങ്ങനെ മർജാനും ഏലുലിന്റെ ഗ്രേവ് അന്വേഷിച്ച് അവിടേക്ക് പോകുമ്പോ ആദേശും അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. മർജാൻ അവിടേക്ക് വരുന്നത് കണ്ടിട്ട് ആദേശും വേഗം അവിടെ നിന്ന് മാറി നിൽക്കും. ഇപ്പൊ മർജാനും ഏലുലിനെ ഓർത്ത് അവിടെ ഇരുന്ന് കരയുന്നത് കാണുമ്പോ ആദേശും അവന്റെ മനസ്സിൽ പറയും, എനിക്ക് പലപ്പോഴും സംശയം തോന്നാറുണ്ട് മർജാൻ, നീ ഹൈദറിന്റെ മകൾ തന്നെയാണോ എന്നോർത്ത്. ഇപ്പൊ ആദേശും മർജാന്റെ അടുത്തേക്ക് വന്നിട്ട് ചോദിക്കും, നീ ഇവിടെ എന്ത് ചെയ്യുകയാണെന്ന്. ഒട്ടും പ്രതീക്ഷിക്കാതെ ആദേശിനെ അവിടെ കാണുമ്പോ ആ ഒരു ചോദ്യം തന്നെ മർജാനും തിരിച്ച് അവനോട് ചോദിക്കുകയാണ്. അപ്പോ ആദേശും പറയും, നിന്നെ പിക്ക് ചെയ്യാൻ വേണ്ടി വീട്ടിലേക്ക് വന്നപ്പോഴാണ് നീ ഇവിടേക്ക് വന്ന കാര്യം അവരെന്നോട് പറഞ്ഞത്. ഇതൊട്ടും സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലമല്ല, അതാ ഞാനും ഇവിടേക്ക് വന്നത്. അപ്പൊ മർജാനും ആ ഒരു ഗ്രേവ് ആദേശിന് കാണിച്ചു കൊടുത്തിട്ട് പറയും, ഏലുൽ അവൾ മരിച്ചു എന്ന് ഞാൻ ഇന്നാണ് അറിഞ്ഞത് എന്ന് പറഞ്ഞിട്ട് മർജാന് കരഞ്ഞുകൊണ്ട് അവളുടെ ഓർമ്മകളെ പറ്റി പറയുമ്പോ അതെല്ലാം മർജാനെക്കാളും കൂടുതൽ വേദനിപ്പിച്ചത് ആദേശിനെയായിരുന്നു. അങ്ങനെ അതിനുശേഷം അവരും അവിടെ നിന്നിറങ്ങുമ്പോ മർജാനും ആദേശിനോട് പറയും, അവളുടെ ബ്രദർ താഹിർ ഇപ്പൊ എവിടെയാണ് അവ ഉള്ളത്? എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്, അവൻ ഒരുപാട് ഇഷ്ടമായിരുന്നു ഏലുലിനെ, നല്ല കെയറിങ് കൊടുത്തായിരുന്നു അവൻ അവളെ നോക്കിയിരുന്നത്. ഏലുലിനെ മാത്രമല്ല എന്നെയും അവൻ വളരെ നല്ല രീതിയിലായിരുന്നു നോക്കിയിരുന്നത്. പക്ഷെ താഹിറിന്റെ എല്ലാ കാര്യങ്ങളും ഏലുലിന്റെ അത്രം എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. ഒരു കാര്യം മാത്രം ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, അവൻ ആ ഒരു പ്രായത്തിലും കുട്ടികളെ പോലെ ആയിരുന്നില്ല, വളരെ മെച്ചൂർഡായിട്ടുള്ള ഒരാളെ പോലെയായിരുന്നു അവൻ ഏലുലിനെ നോക്കിയിരുന്നത്. ഭയങ്കര പ്രൊട്ടക്റ്റീവ് ആയിരുന്നു അവൻ. അവൻ എങ്ങനെയാണാവോ അതെല്ലാം സഹിച്ചത്. ഇതെല്ലാം കേട്ട് നിന്ന ആദേശം തന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു പോകുമോ എന്ന് കരുതി പേടിച്ച് അവളോട് പറയും, മതി നിന്റെ ചൈൽഡ്ഹുഡ് മെമ്മറീസ് ഒക്കെ പറഞ്ഞത്, എനിക്ക് വേറെ ഒരുപാട് ജോലിയുള്ളതാ, ഇതേപോലെ നിന്റെ പഴയ കഥകളൊക്കെ കേട്ടു നിൽക്കാൻ എനിക്ക് സമയമില്ല എന്ന് പറയുമ്പോ മർജാനും ദേഷ്യപ്പെട്ട് അവനോട് പറയും, ഇവിടേക്ക് ഞാൻ നിന്നെ നിർബന്ധിച്ചു കൊണ്ടുവന്നതല്ലോ, നീ നിന്റെ സ്വന്തം ഇഷ്ടപ്രകാരം തന്നെ വന്നതല്ലേ എന്ന് പറഞ്ഞിട്ട് അവളും നേരെ കാറിലേക്ക് കയറും. അങ്ങനെ ഇവർ രണ്ടുപേരുടെ കമ്പനിയിലേക്ക് വരുമ്പോ ജമാലും ആദേശിന്റെ അടുത്തേക്ക് വന്നിട്ട് പറയും, ചെറിയൊരു പ്രശ്നമുണ്ട്, നസർ നിന്നെയും വെയിറ്റ് ചെയ്ത് മീറ്റിംഗ് റൂമിൽ ഇരിക്കുന്നുണ്ട് എന്നുകൂടി പറയുമ്പോ മർജാനും ചോദിക്കും, എന്താണ് പ്രശ്നമെന്ന്. അപ്പോ അസ്ലീം അവിടേക്ക് വന്നിട്ട് പറയും, നീ എന്താ ഒന്നും അറിയാത്തതുപോലെ അഭിനയിക്കുകയാണോ? നീ അറിയാതെ നിന്റെ എക്സ് ബോയ് ഫ്രണ്ട് ഒന്നും ചെയ്യില്ല എന്നുകൂടി അസ്ലി അവളോട് പറയുമ്പോ മർജാനും ദേഷ്യപ്പെട്ട് ചോദിക്കും, നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? എക്സ് ബോയ് ഫ്രണ്ടോ? ആരുടെ എക്സ് ബോയ് ഫ്രണ്ട്? അപ്പൊ അസ്ലീം പറയും, പുതിയ പ്രൊജക്ടിന് വേണ്ടി നമ്മൾ വാങ്ങാനിരുന്ന ആ ഒരു സ്ഥലം നമ്മൾ അറിയാതെ നസീർ അത് വാങ്ങി. എന്തായാലും ഇവളെ അറിയിക്കാതെ നസീർ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല, തീർച്ചയായിട്ടും ഇത് ഇവരുടെ രണ്ടുപേരുടെയും കൂടെ പ്ലാനാണ്. ഇത് കേട്ട ആദേശും നിനക്ക് ഇതേപ്പറ്റി അറിയാമോ എന്ന് മർജാനോട് ചോദിക്കുമ്പോ അവളും പറയും, ആദേശ് സത്യമായിട്ടും അസ്ലി പറയുമ്പോഴാണ് ഞാനും ഇതേപ്പറ്റി ആദ്യമായിട്ട് കേൾക്കുന്നത്. അത് വിശ്വസിച്ച ആദേശ് നസറിനെ കാണാൻ വേണ്ടി മീറ്റിംഗ് റൂമിലേക്ക് പോവുകയാണ്. ആദേശിനെ കാണുമ്പോ തന്നെ നസറും അവനോട് പറയും, നമ്മുടെ പാർട്ട്ണർഷിപ്പ് വീണ്ടും പുതുക്കിയത് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഇവിടേക്ക് വന്നത്. ഈ ഒരു സമയത്ത് അവിടേക്ക് വന്ന മർജാനും അവനോട് ചോദിക്കും, നീ എന്തിനാണ് ആ സ്ഥലം വാങ്ങിയതെന്ന്. അപ്പൊ നസർ പറയും, ഒരുപാട് എഫേർട്ട് ഞാൻ ഈ പ്രൊജക്ടിന് വേണ്ടി എടുത്തിരുന്നു, അതുകൊണ്ട് അത് നഷ്ടപ്പെടുത്താൻ എനിക്ക് തോന്നിയില്ല. ഇനി മർജാന് ആ ഒരു പ്രൊജക്ട് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ എന്റെ ഹെൽപ്പ് കൂടിയേ തീരൂ എന്നുകൂടി നസീർ പറയുമ്പോ ആദേശം പറയും, അതിന്റെ ആവശ്യം എന്തായാലും വരില്ല, നിന്റെ ഈ എഫേർട്ട് വെറുതെ ആയി പോയത് മാത്രം മിച്ചം. കാരണം ഞാനും മർജാനും കൂടെ മറ്റൊരു സ്ഥലത്താണ് ഈ ഒരു പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അത് കേട്ട് നസീറും നീ എന്തായി പറഞ്ഞത് എന്ന് ആദേശിനോട് ചോദിക്കുമ്പോ ജമാലും നസറിന്റെ പൈസ എല്ലാം വെറുതെ പോയല്ലോ എന്നോർത്ത് അവിടെ ഇരുന്ന് ചിരിക്കുകയാണ്. അപ്പൊ ആദേശും നസറിനെ കളിയാക്കിക്കൊണ്ട് പറയും, ഇത്രയും വലിയ ഹെൽപ്പ് ഒക്കെ ചെയ്തതിനു മുൻപ് അറ്റ്ലീസ്റ്റ് ഞങ്ങളോടൊന്ന് ചോദിക്കെങ്കിലും ചെയ്യണ്ടേ, എങ്കിൽ ഇതേപോലെ ഇവിടെ നാണം കെട്ടി നിൽക്കേണ്ടി വരില്ലായിരുന്നു എന്ന് ജമാലും അവനോട് പറയും. അപ്പൊ നസീറും മർജാന്റെ മുമ്പില് അവന്റെ നാണക്കേട് മറക്കാൻ വേണ്ടി അവൻ ആദേശിനോട് പറയും, ആ ഒരു സ്ഥലത്തിന് വേണ്ടി പൈസ ഇൻവെസ്റ്റ് ചെയ്തതില് എനിക്ക് നഷ്ടമൊന്നുമില്ല, പക്ഷെ എന്നോട് കളിക്കുമ്പോ സൂക്ഷിച്ച് കളിച്ചില്ലെങ്കിൽ അതിന്റെ ഫലം നിങ്ങൾ അനുഭവിക്കും. ഇത് കേൾക്കുമ്പോ തന്നെ ജമാലും
നസറിന് പുറത്തേക്ക് പോകാൻ വേണ്ടി വാതിൽ തുറന്നു കൊടുക്കുകയാണ്. അപ്പൊ നസീറും ഒരുപാട് ദേഷ്യത്തോടെ പുറത്തേക്ക് ഇറങ്ങിപ്പോകും. അപ്പോ ജമാലും ആദേശിനോട് പറയും, കൺസ്ട്രക്ഷന് പറ്റിയ പുതിയ സ്ഥലത്തിന്റെ ലൊക്കേഷൻസ് എല്ലാം ഞാൻ നിനക്ക് അയച്ചു തന്നിട്ടുണ്ട്, നിനക്ക് സമയമുണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് പോയി കാണ്. അത് കേൾക്കുമ്പോ ആദേശും മെർജാനോട് നമുക്ക് ആ സ്ഥലം പോയി കാണാമെന്ന് പറയും. അപ്പോ തന്നെ അസ്ലീം പറയും, ഞാനും വരുന്നുണ്ട് ആദേശ്, നീ ഒന്ന് വെയിറ്റ് ചെയ്യ്, ഞാൻ എന്റെ ബാഗ് എടുത്തിട്ട് വരാം. പക്ഷെ ആദേശ് അതിന് സമ്മതിക്കാതെ നീ അവിടേക്ക് വരണ്ട എന്നവളോട് തീർത്ത് പറയും. എന്നിട്ട് അവളുടെ മുൻപിൽ വെച്ച് തന്നെ മെർജാനെയും കൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ അവിടേക്ക് പോകുന്ന വഴിക്ക് ആദേശം ഒന്നും മിണ്ടാതിരിക്കുന്നത് കൊണ്ട് മെർജൻ നന്നായിട്ട് ബോറടിക്കുന്നുണ്ടാകും. അത് മാറാൻ വേണ്ടി മെർജാനും പാട്ടെല്ലാം മാറി മാറി വെക്കുമ്പോ അതിന്റെ സൗണ്ട് ഇഷ്ടപ്പെടാതെ ആദേശം അത് ഓഫ് ചെയ്ത് കളയുകയാണ്. അതിൽ മെർജാന് നന്നായിട്ട് ദേഷ്യം വന്നെങ്കിലും അവൾ പുറമെ ആദേശിനെ കുറ്റപ്പെടുത്താതെ അവളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു കീയുടെ സെറ്റ് കറക്കിക്കൊണ്ട് അവൾ മനസ്സിൽ ആദേശിനെ കുറ്റപ്പെടുത്തുകയാണ്. അതിന്റെ ആ ഒരു സൗണ്ട് കേൾക്കുമ്പോ ആദേശം വല്ലാതെ ഇറിറ്റേറ്റഡ് ആയിട്ട് അങ്ങനെ ചെയ്യില്ലെന്ന് അവളോട് പറയും. പക്ഷെ മെർജാൻ അത് കേൾക്കാതെ വീണ്ടും അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുമ്പോ അത് നിർത്താൻ വേണ്ടി ആദേശം മെർജാന്റെ കയ്യിലേക്ക് കയറി പിടിക്കും. ഈ ഒരു സമയം മെർജാനും ആദേശിന്റെ മുഖത്തേക്ക് നോക്കുമ്പോ ആദേശിന് ഓർമ്മ വന്നത് ഇന്നലെ മെർജാൻ വളരെ സുന്ദരിയായിട്ട് പാർട്ടിക്ക് വന്ന കാര്യങ്ങളായിരുന്നു. അങ്ങനെ ആദേശ് മെർജാനെ സ്വപ്നം കണ്ടിരിക്കുന്ന ഈ ഒരു സീൻ കാണിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡും ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു. പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും അടുത്ത ദിവസം കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ഫ്രം ആൻഡ്സ് ഡ്രാമ.